നേരത്തെ ചക്കയുടെ കുരു എടുത്തിട്ട് ഞാൻ ഇങ്ങനെ പൂങ്ങി വെച്ചിട്ടുണ്ട്. ഇതിനെക്കൊണ്ട് നമുക്കൊരു സൂത്രം ഉണ്ടാക്കാം. ഇതെല്ലാം നേരെയാക്കിയിട്ട് കാണിച്ചു തരാം. വേണ്ട ഇത്രയും ചക്കക്കുരു ഉണ്ട്. അത് തണിഞ്ഞിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കാണിക്കാട്ടോ. നമ്മളെ ചക്കക്കുരു എല്ലാം ഇതാ ചൂളി കളഞ്ഞ് എല്ലാം റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഇല്ലേ, ഇത് നമുക്കിനി മിക്സിയിലിട്ട് അടിക്കണം. മിക്സിയിലിട്ട് അടിച്ചിട്ട് കുറച്ച് പൊടി പൊടിയായിട്ട് ഉണക്കണം. ഇതാ കണ്ടില്ലേ, ഇതിന് പൊടിച്ചതാണ്. ഇതാ ഇത്രയും പൊടിഞ്ഞ് കിട്ടൂല. ഇത് ചക്കക്കുരു അല്ല, ഇതിന് വെള്ളമെല്ലാം വെലിഞ്ഞ് കിട്ടണ്ടേ. ഒന്ന് ചൂടാക്കിയിട്ട് വെയിലിനിട്ടൊന്ന് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് കാണിച്ചു തരാം. ഇതെല്ലാം അതുപോലെ ഇതുപോലെ ആക്കിയിട്ട് വെയിലിനിടണം. വെയിലിനിട്ട് നല്ല പൗഡറാക്കിയിട്ട് അളവിലാക്കിയിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇന്ന് ഞാൻ ഇത്രയും ആക്കുന്നില്ലേ, ബാക്കി ഞാൻ പിന്നെ കാണിച്ചു തരാം. പൊടി അളവിലാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ എല്ലാവരും എന്നാൽ ഇതിനെ കൊണ്ട് എന്താ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാറ്റിനും എടുക്കുക. പിന്നെ ദോശയാക്കുന്നുണ്ടെങ്കിൽ അതിനെടുക്കുക. ഈ പൊടി കുറച്ചിടുക. നല്ല ഗുണമല്ലേ ഇത്, എത്ര ഇട്ടാലും ഗുണമല്ലേ. പിന്നെ അതുപോലെ പിന്നെ കറിയാക്കുന്നുണ്ടെങ്കിൽ പരിപ്പെല്ലാം ഇടുന്നതിൻ്റെ ഒന്നിച്ച് ഇതൊരു 2 സ്പൂൺ ഇതും കോരി അങ്ങ് ഇടുക. പിന്നെ എന്തെങ്കിലും കറിമോളിനെ ഇതെല്ലാം വെക്കുന്നില്ലേ, നമ്മൾ കൂട്ടുകറിയിലാക്കുന്നില്ലേ, അതിലെല്ലാം ഇത് കുറച്ച് കോരി ഇടുക. അങ്ങനെ പരിപ്പുണ്ടാക്കുന്ന അങ്ങനത്തെ കറിയിലെല്ലാം ഇതിടുക. പുളി കൂട്ടാതെ കറിയിലെല്ലാം ഇതിടാമല്ലോ നമുക്ക്. പിന്നെ ചമ്മന്തി പൊടിയാക്കുമ്പോൾ അതിലിടുക. കുറച്ച് ചമ്മന്തി ആക്കുമ്പോൾ അതിനെല്ലാം ഇടുക. പിന്നെ അതുപോലെ നമ്മൾ കുഞ്ഞക്കെല്ലാം പിന്നെ പാല് കാച്ചിട്ട് കൊടുക്കുമ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല, അങ്ങനെ പറയുന്നുണ്ട്. നല്ലതല്ലേ എന്തായാലും. നല്ല പൊടിച്ച് വറുത്തിട്ട് നല്ല സൂക്ഷിക്കാൻ വേണ്ടത്. ഇത് ഒന്ന് ഉണക്കി പൊടിച്ചിട്ട് വറുത്തിട്ടാണ് അളവിൽ സൂക്ഷിക്കേണ്ടത്. വെള്ളപ്പറ്റ് തീരെ ഉണ്ടായിക്കൂടാ. നല്ല എളുപ്പം തട്ടാതെ അളവിൽ ആക്കി വെച്ചിട്ട് എടുക്കുമ്പോൾ സൂക്ഷിക്കണം. നനവില്ലാത്തതിനെ കൊണ്ട് എടുത്തിട്ട് അത്രയും വേഗം മോശമാവുന്നല്ലേ. ചക്കക്കുരു പറഞ്ഞാൽ പെട്ടെന്ന് മോശമാവുന്നല്ലേ. അങ്ങനെ ആക്കണ്ട. ഏനും പറ്റും നമുക്കിത്. സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ തിന്നാൽ എങ്ങനെയും പറ്റും. അതുകൊണ്ട് ഒന്നും കളയാതെ എങ്ങനെയാണ് നമ്മൾ തിന്നാൻ കഴിയുന്നത് അതുപോലെ കുഞ്ഞക്കെല്ലാം കൊടുക്കാൻ നമുക്ക് അവർ തിന്നുന്ന രീതിയിൽ കൊടുക്കണ്ടേ. എങ്ങനെയാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് വെല്ലം ഇതെല്ലാം ആക്കിയിട്ട് വെല്ലപ്പാവെല്ലാം ആക്കിയിട്ട് കുറച്ച് അരിയോ അവലോ എല്ലാം കൂടെ വറുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കില്ല കുഞ്ഞക്ക്. വെല്ലപ്പാവലാക്കിയിട്ട് തേങ്ങയും ഇതെല്ലാം ഇട്ട് ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കുറച്ച് അതിൽ കോരിയിടുക. അങ്ങനെ കുഞ്ഞക്കെല്ലാം കുറച്ച് തിന്നാൻ പറ്റുമല്ല. അവരറിയുന്നില്ലല്ലോ ഇത് ചക്കക്കുരു അന്ന് അറിഞ്ഞാലും ഒന്നുമില്ല. അവർക്ക് പറഞ്ഞു കൊടുക്കുക. ചക്കക്കുരു പണ്ടെല്ലാം എന്ന് പറഞ്ഞാൽ ചക്കക്കുരു ചുട്ടുന്നല്ലാന്ന് കുഞ്ഞുങ്ങൾ. ഇപ്പോഴത്തെ കുഞ്ഞൊക്കെ അത് നമ്മൾ കാണിച്ചു കൊടുക്കാതെ കൊണ്ടല്ലേ. ചക്കക്കുരു ചുട്ടുന്നൽ പറഞ്ഞാൽ ഭയങ്കര അടുപ്പിൻ്റെ അടുത്ത് പോയി കുത്തിയിരുന്ന് എല്ലാ ചക്കക്കുരു ചുട്ടുന്നതാണ് പണ്ടത്തെ പണ്ടത്തെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെയാണ്. അവർക്ക് മുട്ടായോ ഇതൊന്നും മേടിക്കാനില്ലല്ലോ. അവർ ചക്കക്കുരു വണ്ടിയെല്ലാം മറക്കിയിട്ട് ചുട്ടുന്നലാണ്. അതുമാതിരി നമ്മൾ കൊടുത്താലല്ലേ കുഞ്ഞുങ്ങൾ തിന്നൂരും ഇതെല്ലാം. അതുപോലെ ഇതൊന്നും കളയാതെ നമുക്ക് പറ്റുന്ന എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതുപോലെ ആക്കിയിട്ട് അവർക്ക് കൊടുക്കണം. ഈ പൊടി ഞാൻ പിന്നെ ആക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം എനിക്കത് ആക്കി പറ്റൂലല്ലോ. ഇത് വെയിലിന് ഇടണ്ടേ. വെയിലിനിട്ട് പൊടിച്ച് വറുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും.